8 മണിക്കൂർ നേരം ഒരു മനുഷ്യൻ ഒരു പട്ടണ മധ്യത്തിൽ വെറുതെ നിൽക്കുന്നു. ആ നിശ്ചലത ഒരു വലിയ പ്രവാഹമായി മാറി ദേശം മുഴുവൻ പരക്കുന്നു. വെറുതെ നിൽക്കാൻ അനേകം മനുഷ്യർ മുന്നോട്ട് വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണകൂടം തങ്ങളുടെ ഒരു തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകുന്നു. ലോക ചരിത്രത്തിലെ സമരസ്മരണകളിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട വ്യത്യസ്തവും അത്യപൂർവവുമായ ആ സമരമുറ പ്രയോഗിക്കപ്പെട്ടത് തുർക്കിയിലെ തയ്യിബ് എർദോഗന്റെ ഭരണകൂട ഭീകരതയ്ക്ക് എതിരായിട്ടായിരുന്നു. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനാകുമോ? ഒറ്റയ്ക്ക് വെറുതെ നിന്ന് ഒരു ദേശത്തെ മുഴുവൻ പ്രചോദിപ്പിക്കാനാകുമോ? നിശബ്ദതയാലും നിശ്ചലതയാലും ഒരു സമരത്തെ വിജയിപ്പിക്കാനാകുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം അതെ എന്ന് ഉത്തരം പറയാൻ കഴിയുന്ന സ്റ്റാൻഡിംഗ് മാൻ എന്ന പേരിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ആ മനുഷ്യനെ ഓർത്തെടുക്കുകയാണ് ഓർമ്മകളിൽ ഒരിടത്തിന്റെ ഈ പുതിയ എപ്പിസോഡ്. ആ നിശബ്ദ വിപ്ലവകാരുടെ പേരാണ് യർദേം ഗുണ്ടസ്. നമ്മുടെ രാജ്യത്തെ തെരുവുകളിലും സമൂഹ മാധ്യമ വേദികളിലും പ്രതിഷേധത്തിന്റെ സ്വരം കടുക്കുകയും സമരച്ചൂട് ഉച്ചസ്ഥായിയിൽ ആവുകയും ചെയ്യുമ്പോൾ അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന പോരാട്ട കഥയാണ് തുർക്കിയിലെ യർദേം ഗുണ്ടസിൻ്റെത്. 1979 തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ ജനിക്കുകയും നൃത്തത്തിലും സംഗീതത്തിലും ബാച്ചിലർ ഡിഗ്രി സ്വന്തമാക്കുകയും ചെയ്ത ഒരു കലാഹൃദയത്തിന് ഉടമയായിരുന്നു ഗുണ്ടസ്. കൊറിയോഗ്രാഫിയിലും ശില്പനിർമ്മാണത്തിലും പ്രാഭവം തെളിയിച്ച അയാൾ സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി പ്രദർശന വേദികളിൽ തന്റെ സർഗസൃഷ്ടികൾ പ്രകടിപ്പിക്കുകയുണ്ടായി. 2008 വിയന്ന ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത അദ്ദേഹം ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. ഒരു അധ്യാപകൻ, ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് തുർക്കിയിലെ സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളെ ദുരിതപൂർണമാക്കുന്ന യാഥാസ്ഥിതിക നിലപാടുകളിൽ ഊന്നിയ തീരുമാനങ്ങൾ തയ്യിബ് എർദോഗന്റെ ഭരണകൂടത്തിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങിയത്. മാധ്യമങ്ങളുടെ വായ് മൂടിക്കെട്ടി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ടു, മതനിരപേക്ഷതയെ തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടി, പ്രതിഷേധ സ്വരങ്ങളെ മുളയിലെ നുള്ളി, എല്ലാ തലത്തിലും അടിച്ചമർത്തപ്പെട്ട ജനത ഒന്ന് പൊട്ടിത്തെറിക്കാൻ അവസരം പാർത്തിരിക്കുമ്പോഴാണ് ഗസി പാർക്കിൽ അതിനൊരു വേദി ഒരുങ്ങിയത്. ഇസ്താംബുളിലെ ബയോലു ജില്ലയിലെ ഏകദേശം 10 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു പാർക്കാണ് ഗസി പാർക്ക്. ഒരുപക്ഷെ ആ വലിയ പട്ടണത്തിലെ ഏക പച്ചത്തുരുത്താണ് ആ പ്രദേശം. ഒരൽപ്പം തണലും ശുദ്ധവായുവും മാനസിക ഉല്ലാസവും ലഭിക്കാൻ ആളുകൾ വന്നിരിക്കാറുള്ള ആ മനോഹര ഉദ്യാനത്തെ തകർത്ത് ഒരു സൈനിക സ്മാരകവും ഷോപ്പിംഗ് മാളും പണിയാനുള്ള തീരുമാനം ടർക്കിഷ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് 2013 മെയ് മാസത്തിലാണ്. അതോടെ ഇസ്താൻബുളിലെ പല തെരുവുകളിലും ചെറിയ ചെറിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടാൻ തുടങ്ങി. ഇവയിലൂടെ ശക്തിയും ധൈര്യവും കൈവരിച്ച പ്രക്ഷോഭകാരികൾ, പ്രധാനമായും പരിസ്ഥിതി പ്രവർത്തകർ, മെയ് 28 ഗസി പാർക്ക് സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ കൂടാരങ്ങൾ കെട്ടി അവിടെ സമരം ആരംഭിച്ചു. സമരത്തിന് ഐക്യദാർഢ്യവുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ അതോടെ അങ്ങോട്ടേക്ക് കടന്നു വരാൻ തുടങ്ങി. ഗസി പാർക്കിന്റെ സംരക്ഷണാർത്ഥം ആരംഭിച്ച സമര പരിപാടികൾ പതുക്കെ പതുക്കെ ഗവൺമെന്റിന്റെ നയങ്ങളോടുള്ള പ്രതിഷേധം എന്ന സ്വഭാവം കൈവരിച്ചു. ഒരു ദേശീയ പ്രക്ഷോഭം എന്ന നിലയിലേക്ക് അത് വളർന്നതോടെ ഗവൺമെന്റ് പ്രതികാര നടപടികൾ ആരംഭിച്ചു. ലാത്തി വീശിയും ജലപീരങ്കി പ്രയോഗിച്ചും കണ്ണീർ വാതകമെറിഞ്ഞും പോലീസ് പ്രക്ഷോഭകാരികളെ നേരിട്ടു. സമരക്കാരും അക്രമത്തിന്റെ വഴി സ്വീകരിച്ചതോടെ തെരുവുകൾ യുദ്ധക്കളമായി മാറി. തുർക്കിയിലെ 81 പ്രവിശ്യകളിലായി ഏകദേശം 36 ലക്ഷം ജനങ്ങൾ തെരുവുകളിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. പക്ഷേ കടുത്ത പോലീസ് പട്ടാള നടപടികളിലൂടെ ഗവൺമെന്റ് ആ സമരാജ്ഞിയെ തല്ലിക്കെടുത്തി. 2013 ജൂൺ 15 ഗസി പാർക്കിലെ കുടിലുകളും ബാനറുകളും പോലീസ് പൊളിച്ച് എടുത്തു മാറ്റുകയും പാർക്ക് അടച്ചുകെട്ടി ശക്തമായ കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. അതോടെ 4 പേർ മരിക്കുകയും 10,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പ്രക്ഷോഭത്തിന് അന്ത്യമായി. 2013 ജൂൺ 17
അന്ന് വൈകുന്നേരം 6 മണിക്ക് എർദോം ഗുണ്ടസ് എന്ന കലാകാരൻ ടാക്സിം സ്ക്വയറിലേക്ക് നടന്നു വരുന്നു. ഗെസി പാർക്കിനടുത്തുള്ള ചരിത്രപരമായ പ്രാധാന്യമുള്ളതും വിനോദ സഞ്ചാരികളുടെ പ്രധാന ആകർഷണീയ കേന്ദ്രവുമാണ് ടാക്സിം ചതുരം. ഒരു വെളുത്ത ഷർട്ടും കറുത്ത പാൻസുമായിരുന്നു ഗുണ്ടസിന്റെ വേഷം. പുറത്ത് തൂക്കിയിട്ടിരുന്ന ബാഗിൽ നിറയെ വെള്ളം നിറച്ച കുപ്പികളായിരുന്നു. ടാക്സിം സ്ക്വയറിന്റെ നടുവിൽ വന്നതിന് ശേഷം സ്ക്വയറിന്റെ കിഴക്ക് ഭാഗത്തുള്ള അത്താത്തൂർ കൾച്ചറൽ സെന്ററിലേക്ക് നോക്കി അയാൾ നിൽപ്പായി. കൾച്ചറൽ സെന്ററിന്റെ മുകളിലായി ടർക്കിഷ് പതാകകൾക്ക് നടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന മുസ്തഫ കെമാൽ അത്താതുർക്കിന്റെ വലിയ ഛായാചിത്രത്തിലേക്കാണ് അയാൾ കണ്ണുകൾ ഉറപ്പിച്ചത്. മുസ്തഫ അത്താതുർക്ക് ആധുനിക തുർക്കിയുടെ പിതാവും ആദ്യ പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹത്തിന്റെ വിശാല വീക്ഷണങ്ങളായിരുന്നു ഒരു സെക്യുലർ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റായി തുർക്കിയെ മാറ്റിയത്. യാതൊരുവിധ അറിയിപ്പുകളോ പ്രചാരണങ്ങളോ ഇല്ലാത്ത, മുദ്രാവാക്യങ്ങളോ പ്ലക്കാർഡുകളോ ഉയർത്താത്ത ആ നിൽപ്പ് ആദ്യ മണിക്കൂറുകളിൽ ആരും കാര്യമായി ഗൗനിച്ചില്ല. ചിലരൊക്കെ പരിഹാസ രൂപേണയാണ് ഗുണ്ടസിനെ സമീപിച്ചത്. എന്നാൽ ട്വിറ്ററിൽ ചിലർ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തതോടെ സോഷ്യൽ മീഡിയ ഇളകി. ഗുണ്ടസിനൊപ്പം നിൽക്കാൻ രാത്രി ഏറെ വൈകിയും ആളുകൾ ദൂരദേശങ്ങളിൽ നിന്ന് പോലും അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. ടാക്സിം ചതുരത്തിൽ അനങ്ങാതെയും മിണ്ടാതെയും നിൽക്കുന്നവരുടെ എണ്ണം 300 കവിഞ്ഞതോടെ പോലീസ് ഇടപെട്ടു. രാത്രി 2 മണിക്ക് ഗുണ്ടസിനെയും അയാൾക്കൊപ്പം അണിചേർന്ന ഏതാനും പേരെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരെ തടങ്കലിൽ വെച്ചുവെങ്കിലും എന്ത് കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നത് വലിയ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. ബോധപൂർവമായ ഒരു പ്രതിഷേധമാണോ അതോ വിഡ്ഢിത്തം കലർന്ന ഒരു പ്രകടനമാണോ ഇതെന്ന അധികാരികളുടെ അന്വേഷണത്തിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ഒരു മറുപടി പറയാനായില്ല. അതോടെ ഇത്തരം രീതികൾ തുടർന്നാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമെന്ന താക്കീതും ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഭംഗം വരുത്തുന്ന യാതൊന്നും ചെയ്യരുതെന്ന മുന്നറിയിപ്പ് നൽകി ഗുണ്ടസിനെ വിട്ടയച്ചു. ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കരുതെന്ന ആഗ്രഹത്തോടെ ഗുണ്ടസും തന്റെ നിൽപ്പ് സമരത്തിൽ നിന്ന് അതോടെ പിൻവാങ്ങി. 8 മണിക്കൂർ മാത്രം നീണ്ടിരുന്ന നിൽപ്പ് സമരത്തിന് ഗുണ്ടസ് വിരാമമിട്ടുവെങ്കിലും ജനങ്ങൾക്ക് അത് പ്രതിഷേധിക്കാനുള്ള ഒരു പുതിയ അവസരവും മാർഗവുമാണ് തുറന്നുകൊടുത്തത്. സ്റ്റാൻഡിംഗ് മാൻ എന്ന ഹാഷ്ടാഗ് ഓൺലൈനിൽ വൈറലായി. ആ ആശയമാകട്ടെ തുർക്കിയിൽ ഏവരും ഏറെ ആവേശത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ഗുണ്ടസിന്റെ സമരം അവസാനിപ്പിച്ചതിന്റെ പിറ്റേന്ന്, അതായത് ജൂൺ 18-ന് പ്രഭാതം മുതൽ തുർക്കിയിലെ വിവിധ നഗര കേന്ദ്രങ്ങളിൽ മനുഷ്യർ മണിക്കൂറുകളോളം നിന്ന് പ്രതിഷേധിക്കാൻ ആരംഭിച്ചു. ഒറ്റയ്ക്കൊരു നിൽപ്പ് എന്നതിൽ നിന്നും കൂട്ടത്തിലൊരു നിൽപ്പ് എന്നതിലേക്ക് കാര്യങ്ങൾ വളർന്നു. കല്ലെറിയുകയും തീവയ്ക്കുകയും ചെയ്യുന്ന പ്രക്ഷോഭകാരികളുടെ ചിത്രങ്ങൾക്ക് പകരം അഹിംസാ സിദ്ധാന്തത്തിലൂന്നി ശാന്തമായി നിന്ന് പ്രതിഷേധിക്കുന്നവരുടെ ദൃശ്യങ്ങളാൽ മാധ്യമങ്ങൾ നിറഞ്ഞു. നിൽപ്പ് സമരത്തിന് ലോകമെങ്ങും നിന്നും ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങൾ ഉണ്ടായെന്നു മാത്രമല്ല, പല രാജ്യങ്ങളിലും ആ രീതി പരീക്ഷിക്കപ്പെടാനും തുടങ്ങി. പല രാജ്യങ്ങളിലെയും ഗവൺമെന്റ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ബാനറുകളിലും പോസ്റ്ററുകളിലും ഗുണ്ടസിന്റെ നിൽപ്പ് ചിത്രം ഒരു ഐക്കണായി പതിക്കപ്പെട്ടു. ചൈനയിലെ ടിയാൻമെൻ സ്ക്വയറിൽ 1989-ൽ പട്ടാള കവചിത വാഹനത്തിന് മുന്നിൽ നിന്ന ടാങ്ക്മാനോടാണ് പലരും എർദേമിനെ ഉപമിച്ചത്. തുർക്കിയിലെ പ്രസിദ്ധ മാധ്യമ സ്ഥാപനമായ ഹ്യൂറിയത്തും BBC-യും പിന്നെ ഒരു സ്വതന്ത്ര അന്വേഷണാത്മക ജർമ്മൻ പ്രസിദ്ധീകരണമായ ഡർ സ്പീഗലും ഗുണ്ടസിന്റെ അഭിമുഖങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഒരു ലെഫ്റ്റ് കെമാലിസ്റ്റ് എന്നാണ് അത്താതുർക്കിനോട് ബന്ധപ്പെടുത്തി ഡർ സ്പീഗൽ ഗുണ്ടസിനെ വിശേഷിപ്പിച്ചത്. എന്തിനു വേണ്ടിയായിരുന്നു ഈ സമരം എന്ന അഭിമുഖങ്ങളിലെ ചോദ്യത്തിന് ഗുണ്ടസ് നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: ഒരു സാധാരണ പൗരനായ എൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചപ്പോൾ 4 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. പക്ഷെ അതൊന്നും കാണിക്കാനോ കേൾപ്പിക്കാനോ നമ്മുടെ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായില്ല. എന്നാൽ എൻ്റെ ഈ നിശബ്ദ സമരത്തെ ഗവൺമെന്റും മാധ്യമങ്ങളും ജനങ്ങളും ശ്രദ്ധിക്കുമെന്നും അതിൽ നിന്നും അവർ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന
തയ്യിബ് എർദോഗനെതിരെ നേരിട്ട് ഒരു വിമർശനവും ഉയർത്താത്തത് എന്താണെന്ന ചോദ്യത്തിനും ഗുണ്ടസിന്റെ പക്കൽ ഉത്തരമുണ്ടായിരുന്നു. തുർക്കിയിൽ ആര് ഭരണത്തിലിരുന്നാലും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിനാണ് എന്റെ സമരം. എർദോഗൻ സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരെയുള്ള ഒരു സമരമായിട്ട് തന്നെയാണ് സ്റ്റാൻഡിംഗ് മാൻ പ്രൊട്ടസ്റ്റിനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 8 മണിക്കൂർ മാത്രം നീണ്ട ഗുണ്ടസിന്റെ നിൽപ്പ് സമരത്തെ ജനങ്ങൾ ഏറ്റെടുത്തതോടെ വ്യത്യസ്ത സ്ഥലങ്ങളിലും സമയങ്ങളിലുമായി നിൽപ്പ് സമരം ആഴ്ചകളോളം തുർക്കിയിൽ നീണ്ടുനിന്നു. ഗസി പാർക്കിന്റെ പരിസര പ്രദേശങ്ങൾ തന്നെയായിരുന്നു പ്രധാന വേദി. ഒടുവിൽ ഗവൺമെന്റ് തങ്ങളുടെ തീവ്ര യാഥാസ്ഥിതിക നയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിലും ഗസി പാർക്കിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുകയാണെന്ന തീരുമാനം പ്രഖ്യാപിച്ചു. പ്രശ്നത്തിന്മേലുള്ള കോടതി വിധി ഗവൺമെന്റിന് പ്രതികൂലമായതും അവരുടെ പിൻവാങ്ങലിന് കാരണമായി. എന്നാൽ ഈ പ്രഖ്യാപനത്തെ ജനങ്ങൾ തങ്ങളുടെ ഒരു വിജയമായി കരുതി ആഘോഷിച്ചു. യർദേം ഗുണ്ടസ് ആ ആഘോഷങ്ങൾക്ക് നടുവിലെ നായകനായി മാറി. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും അനുമോദനങ്ങളും അവാർഡുകളും ഗുണ്ടസിനെ തേടിയെത്തി. മനുഷ്യാവകാശ പ്രവർത്തകർക്കായുള്ള ജർമ്മനിയിലെ M100 അവാർഡും ഹ്യൂമൻ റൈറ്റ് ഫൗണ്ടേഷന്റെ 2014 വാക്ലേവ് ഹാവൽ ഇന്റർനാഷണൽ അവാർഡുമാണ് അവയിൽ പ്രധാനപ്പെട്ടവ. അതിൽ തന്നെ വാക്ലേവ് അവാർഡ് സർഗാത്മകവും വ്യത്യസ്തവുമായ പ്രതിഷേധ രീതികൾക്ക്, അതായത് ക്രിയേറ്റീവ് ഡിസെന്റിന് നൽകി വരുന്ന പുരസ്കാരമാണ്. അവാർഡ് വേദിയിൽ വെച്ച് ഈ സമരമുറ ആവർത്തിക്കുമോ എന്ന ചോദ്യത്തിന് ഒരാൾ വ്യത്യസ്തമായ ഒന്ന് ഒരിക്കൽ ചെയ്തു, അതുതന്നെ ധാരാളമെന്ന് കരുതുന്നു എന്നതായിരുന്നു ഗുണ്ടസിന്റെ ഉത്തരം. അതെ, അതുതന്നെ ധാരാളമാണ്. കാരണം ഇപ്പോൾ ലോകത്തെവിടെയും മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ, പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ, അഹിംസാ സമരങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഗുണ്ടസിന്റെ സമരരീതിയെ ആ വേദികളിലെല്ലാം അനുസ്മരിക്കാറുണ്ട്. ഏതൊരു സാധാരണക്കാരനും അനുകരിക്കാവുന്ന പൗര പ്രതിരോധത്തിന്റെ മികച്ച മാതൃകയായി എർദോം ഗുണ്ടസ് എന്നും മനുഷ്യരുടെ ഓർമ്മകളിൽ ഉണ്ടാകുമെന്നത് ഉറപ്പ്. ഓർമ്മകളിൽ ഒരു ഇടം തേടിയുള്ള ഈ യാത്ര നിങ്ങൾക്കൊപ്പം തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ.